ഹമാസിൻ്റെ സെക്കൻഡ് സീസ് ഫയർ, ഹമാസ് ഇസ്രായേലുമായിട്ടുള്ള സെക്കൻഡ് സീസ് ഫയർ, അതിൻ്റെ നെഗോസിയേഷൻ ടോക്സും ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്ത് അമേരിക്കൻ പ്രതിനിധി സ്റ്റീഫൻ സി വിറ്റ്കോഫ് മറ്റുള്ള ഇസ്രായേലിലെ അവരുടെ ഡെലിഗേഷൻ്റെ അകത്ത് ശരിക്കും മാറ്റം ഉണ്ടാക്കി. പല ആൾക്കാരെയും മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ ആ ടീമിൽ ഉൾപ്പെടുത്തി. മനസ്സിലാക്കുക, ഇസ്രായേലി പ്രധാനമന്ത്രി അമേരിക്കയിലാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോക്സ് നടക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമേരിക്കയുടെ പുതിയതായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റും പ്രസിഡന്റ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും, അത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി മാർക്ക് റൂബിയോ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ സീസ് ഫയർ എന്ന് പറഞ്ഞ് പെർമനൻറ്റ് സൊല്യൂഷൻ ഒന്നുമില്ല, അത് വിഡ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് മനസ്സിലാക്കുക, സീസ് ഫയർ അതായത് വെടിനിർത്തൽ എന്ന് പറഞ്ഞ സംഭവം ഈ ഉണ്ടാക്കിയിരിക്കുന്ന കരാറ് സെക്കൻഡ് ഫേസ് മുതൽ മുന്നോട്ട് പോകുന്ന കാര്യം സംശയമാണ്. ഹമാസ് പറയുന്ന അവരുടെ കയ്യിൽ 79 പരം ഇസ്രായേലി ഹോസ്റ്റേജസ് ഉണ്ട്, അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയവരെല്ലാവരും കൂടി ചേർത്ത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും വിശ്വസിക്കുന്നത് അതിനകത്ത് ഏകദേശം 40ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കാരണം ഈ ഹോസ്റ്റേജസിന് റിലീസായവരുടെ അവരുടെ കയ്യിൽ നിന്നും മൊഴിയെടുത്തൊക്കെ ശേഷമാണ് അവരൊരു ധാരണയിലാവുന്നത് ഈ പറയുന്ന 40ഓളം പേര് ഹമാസിൻ്റെ കയ്യിൽ കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ ഇവർ വെടിവെച്ച് കൊല്ലുകയോ അല്ലാതെ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമതൊരു സംഭവം ഇവർ പറയുന്നത്, ഈ സീസ് ഫയർ കഴിഞ്ഞ ശേഷം, സീസ് ഫയർ തുടങ്ങിയ ശേഷം ഹമാസ് അവിടെ കാട്ടിക്കൂട്ടിയ വേലകൾ, തോക്കൊക്കെ കൊണ്ടുവരുന്നു, ഡ്രാമ കാണിക്കുന്നു, പരിപാടികൾ കാണിക്കുന്നു. അതായത് ഹമാസ് വീണ്ടും പഴയ രീതിയിലാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ സീസ് ഫയർ ടോക്സിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒന്ന് മനസ്സിലാക്കണം, അമേരിക്ക ഒരു മുഴം മുമ്പേ അങ്ങ് എറിഞ്ഞു, അമേരിക്ക ഗാസ ഏറ്റെടുക്കുക. സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസ് എന്ന് പറയുന്ന സംഭവം എന്തുവാ? ഇസ്രായേലി സേന പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്നും പിന്മാറണം. ഒന്ന്, അവിടെയുള്ള റീബിൽഡിങ് അതായത് റീകൺസ്ട്രക്ഷനും പരിപാടികളും ഒക്കെ ഏൽപ്പിക്കുമ്പോൾ ഹമാസിനെ ആയിരിക്കണം പ്രാധാന്യം കൂടാതെ. ടോക്സിനകത്ത് വന്ന സംഭവം അത് അമേരിക്കയും ഇസ്രായേലും ഈ പറയുന്ന അവർ സമ്മതിക്കാൻ തയ്യാറല്ല. അതായത് തേർഡ് ഫേസിൽ. സെക്കൻഡ് ഫേസ് മുതൽ ഈ നോർത്തേൺ ഗാസയുടെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇവർ പിന്മാറണം. അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുമ്പോഴും കണക്കാക്കുമ്പോഴും ഇപ്പം ഇസ്രായേലിൻ്റെ ധാരണയുണ്ട്, ഇപ്പം അത്രയും ഹോസ്റ്റേജസ് പോകുന്നെങ്കിൽ പോകട്ടെ, അതിനേക്കാളും കൂടുതൽ പേര് മരിച്ചു, കൊല്ലപ്പെട്ടു. അപ്പോൾ അവരെ വെച്ച് വിലപേശി ഇതേപോലെ ഹമാസ് തിരികെ വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിങ്ങില്ല, ഈ സീസ് ഫയർ എന്ന് പറഞ്ഞ ടോക്സ് ഫർദർ ഇല്ലാതാകുന്നതാണ് നല്ലത് എന്ന ധാരണ ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. കാരണം പാർ റൈറ്റും അവരും അവിടെയുള്ള ആൾക്കാരും ഇസ്രായേലിയൻ ഡിഫൻസിലുള്ളവരും വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, ഇങ്ങനെ രീതിയിൽ പോകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് വീണ്ടും ഹമാസ് എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടന അവിടെ ശക്തമാകാനും ഫർദർ അവിടെ എസ്കലേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് ഫ്ലോപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അമേരിക്ക ട്രൈ ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും ഹോസ്റ്റേജസിനെ റിലീസാക്കുക. പക്ഷേ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കാരണം സീസ് ഫയർ എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ആകാം, അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അമേരിക്ക അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഹമാസ് എന്ന് പറഞ്ഞൊരു തീവ്രവാദ സംഘടന, അതിനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഓപ്പണായിട്ട് പറഞ്ഞ ഗാസ അമേരിക്ക ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കാരണം ഈ ഹമാസിനെ പ്രകോപിപ്പിക്കുക, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കാരണം അവർ പിന്മാറുന്നെങ്കിൽ പിന്മാറട്ടെ, സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. അതായത് ഹോസ്റ്റേജസ് വന്നാലും ഇല്ലെങ്കിലും ഈ 10, 25, 30 അല്ലെങ്കിൽ ഇവർ പറയുന്ന ആ ഹോസ്റ്റേജസിനെ വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇസ്രായേലിനെ ചോദിച്ച്, അതായത് മുൾമുനയിൽ നിർത്തുക എന്ന് പറയുന്നതിനെ അമേരിക്കയും യോജിക്കുന്നില്ല. നേരത്തെ അങ്ങനെയല്ലായിരുന്നു അമേരിക്കയുടെ സ്റ്റാൻഡ് ഫസ്റ്റ് ഫേസിൽ. കാരണം ഏതെങ്കിലും രീതിയിൽ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റേജസിനെ തിരിച്ചു വരണം. പക്ഷേ അവിടെ അറിയാൻ സാധിക്കുന്ന, കാരണം ഇസ്രായേലും അമേരിക്കയും തന്നെ കൺഫേം ചെയ്യുന്നു, ഈ പറയുന്ന ഏകദേശം 40ഓളം ഹോസ്റ്റേജസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഹമാസ് ഇന്ന് വരെ എത്ര ഹോസ്റ്റേജസ് ജീവിച്ചിരിക്കുന്നു അവരുടെ ലിസ്റ്റോ ഡോക്യുമെൻറ്റ്സോ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഒന്ന്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഹമാസ് ഒരു വെടിനിർത്തലിനേക്കാൾ ഫർദറായിട്ട്
അവിടെ ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള സാധ്യത അവർക്ക് താല്പര്യമില്ല. അവർ വീണ്ടും ഇതേപോലെയുള്ള ആയുധങ്ങൾ മറ്റുള്ള ഇവരെ സഹായിക്കാനായിട്ട് മറ്റുള്ള ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് ചില രാജ്യങ്ങളും, അതായത് യമനാണെങ്കിലും ഹൂത്തി ആണെങ്കിലും ഇവരൊക്കെ തയ്യാറുണ്ടാകും. ഒരു ഭാഗത്ത് ഹിസ്ബുള്ള അവർ പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല, പല ഭാഗത്തും ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള പോസിബിൾ സംഭവങ്ങളുണ്ട്. ഇറാനെ പോലും ആ കാര്യത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊത്തൊരു പെർമനൻ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ഫേസിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇതെവിടെയെങ്കിലും ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ വീണ്ടും ഈ വാറ് തുടങ്ങും. അതായത് ഇസ്രായേൽ കയറി അടിക്കുക, അതിനകത്ത് അമേരിക്കയും കൂടെ പാർട്ടാകും. ഈ സൂചിച്ച് കിടക്കുന്ന സംഭവത്തെ വീണ്ടും അത് കയറി നികത്തി അതും പിടിച്ചെടുക്കും. പിന്നെ രണ്ടാമത് സംഭവമുണ്ട്, ഇനിയൊരു വാറുണ്ടായിക്കഴിഞ്ഞാൽ മുഴുവനും പിടിച്ചെടുത്തിട്ട് അതിനെ മുഴുവനും ഓടിക്കുക. കാരണം ഒന്ന് പ്ലാൻ ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിലോട്ട് ഇവരെ മാറ്റുക, മറ്റൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ട് ജോർദാനിലോട്ട് മാറ്റുക. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അസസ്മെൻ്റ് വെച്ച് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ, കാരണം നേരത്തെ ഈജിപ്റ്റ് ഇവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല, പിന്നെ പല രീതിയിൽ നിന്ന് ഇൻ്റർനാഷണൽ പ്രഷർ വന്നപ്പോഴാണ് കുറച്ച് പേരെ കയറ്റിവിട്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സാധനം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഓടിപ്പോകും. അതോടുകൂടി മുഴുവനും ക്യാപ്ചർ ചെയ്തിട്ട് റീബിൽഡ് നടത്താം. ഇങ്ങനെ ഒരു ധാരണയുണ്ട്. കാരണം പലതും മുൻപിൽ കണ്ടിട്ടാണ് അമേരിക്ക ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയോട് അദ്ദേഹം പറയുന്നത് അവിടെ സ്റ്റേ ചെയ്യുക കുറച്ച് 2-3 ദിവസങ്ങൾ കൂടെ, ഇതിന് ഏകദേശം ഒരു തീരുമാനം ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഈ മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീഫൻ വെറ്റ്കോഫിന് ദോഹയിലോട്ട് പോയതും പുതിയ ടീമിനെ ഇസ്രായേൽ ഫോം ചെയ്ത് ടോക്സ് നടത്തുന്നത്. കാരണം ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിനോടും താല്പര്യം ഉണ്ടായിട്ടില്ല ഭൂരിപക്ഷം. കാരണം അവരുടെ ബന്ധുക്കളാണ് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക, അവരുടെ ബന്ധുക്കളാണ് അത്. അതേപോലെ അവിടെ ഏകദേശം 350 പരം ഇസ്രായേലി ഫോഴ്സ് കൊല്ലപ്പെട്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവരുടെ ബന്ധുക്കളുമുണ്ട്. അവർ പറയും ഞങ്ങളുടെ ആളുകൾ അവിടെ പോയി ഫൈറ്റ് ചെയ്ത് മരണപ്പെട്ടത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്കാരാണ് ഉത്തരവാദിത്വം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഇതേപോലെയുള്ള ഭീകര സംഘടന മുന്നോട്ട് വരാതിരിക്കണം എങ്കിൽ ഇവരുമായിട്ടൊരു കോംപ്രമൈസ് സൊല്യൂഷനിൽ വീണ്ടും തിരിച്ചവർ കയറി ഈ ഈ മാളത്തിലിരിക്കുന്ന തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് സെക്കൻഡ് ഫേസ് ടോക്സ് ഫെയിലർ ആകട്ടെ, പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ കിട്ടുകയാണ് ഗാസ വീണ്ടും പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. കാരണം പിന്നെ അവരുടെ ക്യാപ്ചറിലായി ഈ സംഭവം. അപ്പോൾ അതായത് പല ഓപ്ഷൻസും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സെക്കൻഡ് സംഭവം പോകുന്നത്. അതേപോലെ തന്നെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയാണ് നടത്താൻ പോകുന്നത്, ഏറ്റെടുക്കാൻ പോകുന്നത്. അതോടുകൂടി ഹമാസും ഈ പറയുന്ന പോലെ ഇതിന് പിന്മാറാനുള്ള സാധ്യത കൂടുതൽ. പാലസ്തീൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സക്സസ് ആകാനുള്ള സാധ്യത. അതോടുകൂടി തേർഡ് ഫേസും പോയി. അതായത് ഇസ്രായേൽ വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും അത് റീക്യാപ്ചർ ചെയ്യും. അവിടെ നോർത്തേൽ സൈഡിലോട്ട് വന്നവരെ വീണ്ടും അവിടുന്ന് പോയിച്ച് അങ്ങോട്ട് ചാടിക്കാനുള്ള സംഭവമുണ്ട്. ഈ 47,000 പേരാണ് ഹമാസ് പറയുന്നത് അവരുടെ എന്ത് മിനിസ്ട്രിയാണെന്ന് എനിക്കറിയത്തില്ല, ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത് കൊല്ലപ്പെട്ടുവെന്ന്. വീണ്ടും ഒരു വാറ് കൂടി ഏകദേശം 100,000 മുകളിൽ ഇപ്പോൾ. ബാക്കിയുള്ളവരധികം ഈജിപ്തിലുണ്ട്, കുറച്ച് പേര് സംഭവം എല്ലാം കൂടെ കലാഷ് എന്ന് പറയുന്നത് പോലെ ആ സംഭവമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്.